ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആനുവൽ എക്സാം ഒക്കെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ആദ്യത്തെ എക്സാം ആയിട്ടുള്ള EVSൻ്റെയാണ്. ഓക്കെ, പരിസര പഠനം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്ന്. ഓക്കെ, റെഡിയാണോ കൂട്ടുകാരെ? അപ്പോൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും കൂടെ ഒരുമിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആക്ടിവിറ്റി നമ്പർ 1, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ മൃഗം എന്താണ്? ഓക്കെ, ഏതാണ് നമ്മുടെ ദേശീയ മൃഗം? വിച്ച് ഈസ് അവർ നാഷണൽ എനിമൽ? ഏതാ കൂട്ടുകാരെ? കടുവ, ടൈഗർ ആണല്ലേ. രണ്ടാമത്തേത്, കടലിനോട് ചേർന്നുള്ള പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? കടലിനോട് തൊട്ട് ചേർന്നുള്ള പ്രദേശത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വാട്ട് വി കോൾ ദ റീജിയൻ വിച്ച് ഈസ് ക്ലോസ് ടു ദ സീ? സീയുമായിട്ട് ക്ലോസ് ആയിട്ട് കിടക്കുന്ന റീജിയനെ നമ്മൾ എന്ത് വിളിക്കും? എന്താ വിളിക്കുക? കോസ്റ്റൽ ഏരിയ. ഓക്കെ, കോസ്റ്റൽ ഏരിയ അഥവാ തീരപ്രദേശം എന്ന് വിളിക്കുന്നു. തീരപ്രദേശം. രണ്ടാമത്തെ ചോദ്യം, മിത്രാസ് ഈറ്റ്സ് ബർഗർ ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഓൾവേസ്. ഈസിൻറ്റ് ഹെൽത്തി ഫോർ ഹെർ. വാട്ട് ആർ ദി ഇൻഗ്രീഡിയൻസ് വിച്ച് ഈസ് കണ്ടെയ്ൻസ് ഇൻ ബർഗർ? എന്താണ്? മിത്ര എന്നും രാവിലെ പ്രഭാത ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ബർഗറാണ്. ഇത് ആരോഗ്യത്തിന് നല്ലതാണോ? അതിൽ എന്തെല്ലാം ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്? അപ്പോൾ 2 ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. മിത്ര രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ബർഗറാണ്, അത് നല്ലതാണോ? അത് മാത്രമല്ല, അതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കൂട്ടുകാർക്ക് തോന്നുന്നത്? ബർഗർ ഈസ് ഗുഡ് ഓർ ബാഡ്? എന്താണ്? ബാഡ് ആണല്ലേ. എ ബർഗർ ഈസ് നോട്ട് എ ഹെൽത്തി ഫുഡ്. ഈറ്റിംഗ് ദീസ് ടൈപ്പ് ഓഫ് ഫാസ്റ്റ് ഫുഡ് ക്യാൻ കോസ് ഡിസീസ് ലൈക്ക് ഹാർട്ട് അറ്റാക്ക്. എന്താണ്? ബർഗർ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഫുഡ് എന്നല്ല. ഇതൊക്കെ ഡെയിലി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിന് എന്തൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ്? ബണ്ണ്, ചിക്കൻ, ടൊമാറ്റോ, കാബേജ്, ലെറ്റ്യൂസ്, ചീസ്, സോസ്, മയോണൈസ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ബർഗറിൽ ഉണ്ടാവുന്നത്. ഇനി ഇതെന്താണ്? ആരോഗ്യകരമല്ല. ബർഗർ പോലുള്ള ജങ്ക് ഫുഡ്സ് നമ്മുടെ ശരീരത്തെ ദോഷമായാണ് ബാധിക്കുന്നത്. ഹാർട്ട് അറ്റാക്ക് പോലുള്ള അസുഖങ്ങൾക്ക് ഇത് കാരണമാകും. ഇതിലെ ഭക്ഷ്യവസ്തുക്കൾ ബൺ, തക്കാളി, കാബേജ്, ക്യാപ്സിക്കം, ചിക്കൻ, ചീസ്, സോസ്, മയോണൈസ്. ഇതൊക്കെയാണ് ഒരു ബർഗറിൽ ഉണ്ടായിരിക്കുക. ആക്ടിവിറ്റി നമ്പർ 3 റൈറ്റ് ഡൗൺ സം സ്റ്റെപ്സ് യു ക്യാൻ ടേക്ക് ടു കീപ് യുവർ ഹോം ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ. അഥവാ നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? അതിൽ ചില കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ വീടും പരിസരവും ഒക്കെ എപ്പോഴും ക്ലീൻ ആയിരിക്കണം അല്ലേ. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ അതിന് ചെയ്യേണ്ടത്? കവർ ദ വെൽ വിത്ത് നെറ്റ്, അവോയ്ഡ് ദ ഡേർട്ടി സിറ്റുവേഷൻസ്, ഹാവ് യു ഡ്രൈ ഡേ അറ്റ്ലീസ്റ്റ് വൺസ് എ വീക്ക്, കട്ട് ദ ഫോറസ്റ്റ് അറൗണ്ട് യുവർ ഹൗസ്. ആദ്യം നമ്മൾ കിണറൊക്കെ വലയിട്ട് മൂടണം. മലിനജലം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈ ഡേ ആചരിക്കണം. വീടിന് ചുറ്റുവട്ടത്തുള്ള കാടും പരിസരവും വെട്ടിത്തെളിക്കണം. എന്താണ് ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ? ഡ്രൈ ഡേ എന്ന് പറഞ്ഞാൽ വീടും പരിസരവും മൊത്തം വൃത്തിയാക്കുക. വല്ല കുപ്പിയിലോ എന്തെങ്കിലുമൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കൽ അതും ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ടിവിറ്റി നമ്പർ 4 നോക്കാം. ഹാവ് യു നോട്ടീസ്ഡ് ചില്ലീസ് ആൻഡ് പപ്പായ സ്പ്രൗട്ടിംഗ് അപ്പ് ഇൻ ദ സറൗണ്ടിങ്സ് വിത്തൗട്ട് പ്ലാന്റിംഗ് ദം? ഹൗ ക്യാൻ ഇറ്റ്സ് പോസിബിൾ? നമ്മൾ നടാതെ തന്നെ മുളക്, പപ്പായ തുടങ്ങിയ സസ്യങ്ങൾ വളരുന്നത് കണ്ടിട്ടുണ്ട്. എന്തായിരിക്കാം ഇതിൻ്റെ കാരണമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? ബൈ ബേർഡ്സ് ആൻഡ് എനിമൽസ്, ബൈ വിൻഡ്സ്, ബൈ ത്രോയിങ് എവേ ആഫ്റ്റർ യൂസ് ആൻഡ് ത്രൂ ദ വാട്ടർ സീഡ്സ് കെയിം എവ്രിവെയർ. പ്രധാനമായിട്ടും ഇതൊക്കെ ഉണ്ടാവുന്നത് പക്ഷികളും മൃഗങ്ങളും വഴിയും കാറ്റുവഴി, ഉപയോഗശേഷം വലിച്ചെറിയുമ്പോൾ ജലം വഴി തുടങ്ങിയ രീതിയിലൂടെ വിത്തുകൾ പല സ്ഥലങ്ങളിലേക്കും എത്താറുണ്ട്. അതാണ് പല സസ്യങ്ങളും നമ്മൾ നടാതെ തന്നെ മുളക്കുന്നത്. ഓക്കെ, ഇപ്പോൾ പക്ഷികളൊക്കെ കൊണ്ടിട്ടിട്ട് അങ്ങനെ മുളക്കാറുണ്ട്. അല്ലെങ്കിൽ കാറ്റ് വഴിയൊക്കെ വിത്ത് വരാറുണ്ട്, ജലം വഴി വരാറുണ്ട്. അപ്പോൾ അത്തരം ഇങ്ങനെയൊക്കെ വിത്ത് വരുമ്പോൾ എന്താണ്? അത് മണ്ണിൽ കിടന്ന് മുളക്കും. അപ്പോൾ നമ്മൾ കുഴിച്ചിടണമെന്നൊന്നുമില്ല, അത് ഓട്ടോമാറ്റിക്കലി വളർന്നു പോകും. Then 5th activity, observe the signboard. Why do we say that can throw any plastic object? അപ്പോൾ എന്താണ്? ഒരു സൈൻ ബോർഡ് തന്നിട്ടുണ്ട്. സൈൻ ബോർഡ് എന്ന് പറയുന്നത് ഡോണ്ട്
എന്താണ് ഡോണ്ട് പുട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മുകളിലുള്ള ചിത്രം നിരീക്ഷിക്കുക. പ്ലാസ്റ്റിക് വസ്തുക്കൾ വലിച്ചെറിയരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടൊക്കെയാണ്? ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ് ടു ഡീകമ്പോസ്, നോട്ട് ഗുഡ് ഫോർ നേച്ചർ, നോട്ട് ഗുഡ് ഫോർ ഓൾ ലിവിങ് തിങ്സ്. അപ്പോൾ പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല, മണ്ണിന് നാശം വരുത്തുന്നു, ജീവജാലങ്ങൾക്ക് ദോഷകരമാണ്, പ്ലാസ്റ്റിക് മണ്ണിൽ അലിയാൻ വർഷങ്ങൾ എടുക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണം. അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നിക്ഷേപിക്കരുത് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എക്സാമിന് വരാം. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് പഠിക്കുക, എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുക. എന്തായാലും എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.